ഹായ് ഗൈസ്. ഇന്നപ്പോൾ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴേക്കും പൊന്മുടിയുടെ ക്ലൈമറ്റ് കിട്ടിലാണെന്ന് കേട്ടു. അപ്പോൾ പൊന്മുടിയിലോട്ട് കൂടിയാണ്. അപ്പോൾ നമുക്കങ്ങ് പോയാലോ? വന്നോ. നമ്മൾ പൊന്മുടിയിലെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ക്രൈം പാർട്ണറെയും കാത്തുള്ള നിപ്പാണിത്. അവർ വരുന്ന സമയം കൊണ്ട് 2 ഇളനീർ കുടിക്കാമെന്ന് വിചാരിച്ച് 2 ഇളനീർ കുടിച്ചപ്പോഴേക്കും അവരിങ്ങെത്തി. പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് മഴയായിരുന്നു. മഴ ഇവിടെ നിന്നേ മഴ ഉണ്ടാവണം, അതായിരുന്നു ഏക പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അങ്ങറ്റം വരെയും മഴയും മഞ്ഞുമായിരുന്നു. വിതുര കഴിഞ്ഞ് ഒരു പാലം പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ ഈ വഴി വരുന്നവർ സൂക്ഷിച്ച് വരിക കേട്ടോ, അല്പം അപകടം നിറഞ്ഞതാണ്. പിന്നെ കണ്ട ഐശ്വര്യ ഹോട്ടലിൽ നമ്മൾ കഴിക്കാനായി കയറി. സത്യം പറയാലോ, ഒരു പ്രതീക്ഷയില്ലാതെ കയറിയത്. പക്ഷേ അവിടുത്തെ കപ്പയും ബീഫും ബിരിയാണിയും ഒരു രക്ഷയില്ല. നമ്മൾ മതിയാവോളം കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ മനസ്സും വയറും നിറഞ്ഞു. വീണ്ടും യാത്ര തുടർന്നു. ശരിക്കും പറഞ്ഞാൽ കാടിന് നടുവിലൂടെയുള്ള ആ ഒരു യാത്ര മനസ്സിനെയും ശരീരത്തിനെയും നല്ലതുപോലെ തണുപ്പിച്ചു. ഒരു ഫ്രഷ് മൈൻഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മൊമെൻ്റ് തീർന്നു പോകരുതേ എന്നായിരുന്നു നമ്മുടെ പ്രാർത്ഥന. നമുക്ക് എത്തേണ്ടത് കോടമഞ്ഞുള്ള ആ മലനിരകൾ കീഴ്പ്പെടുത്താനായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് പ്രകൃതി ഒരുക്കി വച്ചേക്കുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ നമ്മൾ പൊന്മുടിയിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ നമ്മൾ വളരെയധികം കാത്തിരുന്നു. കല്ലാറിൽ ഇറങ്ങാനായിരുന്നു. പക്ഷേ മഴയും ഈ വെള്ളത്തിൻ്റെ ഒഴുക്കം കൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിരുന്നു. അതിലൊരല്പം നിരാശയോടുകൂടെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമുക്ക് മുന്നേ പൊന്മുടി പോയവർ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ: ബ്ലഡ് കുടിക്കുന്ന അട്ടകളുണ്ട്, അതിനെ സൂക്ഷിക്കണം. അത് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം ജാഗ്രതയോടുകൂടിയാണ് പോയത്. അപ്പോൾ ഇനി പോകുന്നവർ അതും ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മനസ്സിനൊരാശ്വാസം തേടി മേഘങ്ങൾ തഴുകുന്ന വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി പൊന്മുടിയിലേക്ക്. ഓരോ ഹെയർപിൻ വളവും ഓരോ തണുത്ത കാറ്റും പറയാതെ പറഞ്ഞു പോകുന്ന കഥകളായിരുന്നു. മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിൽ സമയം പോലും ഒന്ന് പതുക്കെ പോകുന്നു. അവിടെ പ്രകൃതി മാത്രം സംസാരിക്കുന്നു. നമ്മൾ കേട്ടു നിൽക്കുന്നു. ചായയുടെ ചൂടും കാറ്റിൻ്റെ തണുപ്പും സുഹൃത്തുക്കളുടെ ചിരിയും ചേർന്നപ്പോൾ ഈ യാത്ര ഒരു ഓർമ്മയായി മാറി. പൊന്മുടി കാണാൻ മാത്രമല്ല, ഒരിക്കലെങ്കിലും ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട ഒരു സ്വപ്നം. മഞ്ഞുഭൂമിയെ ചുംബിക്കുന്ന ഈ പൊന്മുടി വഴികളിൽ നമ്മൾ പോകുന്നത് ഒരു യാത്രയ്ക്ക് മാത്രമല്ല, ഓർമ്മകളായി ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന ചില നിമിഷങ്ങളിലേക്കാണ്. കാറ്റിന് പോലും ഇന്നൊരു സംഗീതമുണ്ട്. മൂടൽ മഞ്ഞിനകത്ത് മറഞ്ഞിരിക്കുന്ന ഓരോ വളവും പുതിയ കഥകൾ പറയുന്ന പോലെ. ചില യാത്രകൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയല്ല, മനസ്സിനെ വീണ്ടും ജീവിക്കാൻ പഠിപ്പിക്കാനാണ്. അതുകൊണ്ടാവാം പൊന്മുടി ഓരോ തവണ കാണുമ്പോഴും ഹൃദയം വീണ്ടും വീണ്ടും ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ചായ കുടിയും കഴിഞ്ഞ് നമ്മുടെ പൊന്മുടിയുടെ മുകളിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന്. കൂടുതലും യങ്സ്റ്റേഴ്സാണ്. നല്ല കോടയും മഴയുമാണ് ഞങ്ങളെ വരവേറ്റത്. ശരിക്കും എന്ത് പറയണമെന്നറിയില്ല. സ്വർഗത്തിലാണോ അതോ ഭൂമിയിലാണോ ഞങ്ങൾ എന്നായിരുന്നു നമ്മുടെ സംശയം. ശരിക്കും ഭൂമിയിൽ ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് പൊന്മുടി. ഇനി കാഴ്ചകൾ വിശദീകരിക്കാനുള്ളതല്ല, നിങ്ങൾക്കും കാണാനാണ്. വരൂ, നമ്മളിവിടെ നിങ്ങൾക്കും ആ കാഴ്ചകൾ കാണാം.
പൊന്മുടി യാത്ര ഇവിടെ അവസാനിക്കാം. പക്ഷേ ഈ മഞ്ഞും ഈ കാറ്റും ഈ നിമിഷങ്ങളും മനസ്സിൽ ഇനിയും കുറച്ചു നേരം ജീവിച്ചുകൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, വിട്ടുപോയാലും നമ്മളെ വിട്ടുപോകില്ല. അങ്ങനെ ഒരു ചായകുടിയിൽ തുടങ്ങിയ പൊന്മുടി യാത്ര വേറൊരു ചായകുടിയിൽ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും. കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.